ഹലോ നമസ്തേ, കപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ സാധാരണ നമ്മുടെ ചാനലിൽ എല്ലാ സിനിമാപരമായിട്ടുള്ള അപ്ഡേറ്റുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാര്യം വാലന്റൈൻസ് ഡേ ഒക്കെയാണ് ഈ മാസം അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ ചെറിയ അനുഭവങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഇന്ന് ഫെബ്രുവരി 7 റോസ് ഡേ. അപ്പോൾ ഇങ്ങോട്ട് അങ്ങോട്ട് ടെഡി ഡേ, പ്രപ്പോസൽ ഡേ, അങ്ങനെ വാലന്റൈൻസ് ഡേ വരെ ഓരോരോ 7 to 14 അങ്ങനെ ഓരോ ദിവസങ്ങൾ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം ഈ ഓരോ നമ്മളിങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ ഓരോ ദിവസങ്ങളെക്കുറിച്ച് നമ്മളെ ലൈഫിൽ നടന്നതോ അല്ലെങ്കിൽ നമ്മൾ കണ്ടോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇതിൽ നടന്നതായിട്ടുള്ള ഇൻസിഡൻസ് കോമൺ ആയിട്ട് വന്നു. അപ്പം അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അല്ലെങ്കിൽ ഒരു 2 minute അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റോറി ഞങ്ങൾ 3 പേരും പറയും. അത് ശരിയാണോ തള്ളാണോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. അപ്പം ആദ്യം അവിടെ തുടങ്ങിക്കോ. വെറുതെ അല്ല, ഫെബ്രുവരി 28. അപ്പം ഇന്ന് റോസ് ഡേ, റോസ് ഡേനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ അനുഭവം തന്നെ തുടങ്ങാം. പറഞ്ഞു. എനിക്കെങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ ചുരുക്കി പറയാം. പറ. എടാ, 10th പഠിക്കുമ്പോഴും +2 പഠിക്കുമ്പോഴും ഒരുപാട് റോസ് തന്നിട്ടുമുണ്ട്. അല്ല, തന്നിട്ടില്ല, കൊടുത്തിട്ട്. ഇങ്ങോട്ടാരും അങ്ങനെ റോസ് തന്നിട്ടൊന്നുമില്ല. റോസ് തന്നിട്ടില്ല, പ്രപ്പോസും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഞാൻ അങ്ങോട്ടേ കൊടുത്തിട്ടുള്ളൂ, പ്രപ്പോസും ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ റോസ് കൊടുക്കണതും പ്രപ്പോസ് ചെയ്യണം പെണ്ണ് ആരുമായിട്ടെങ്കിലും കമ്മിറ്റഡ് ആയി. അതങ്ങനെ ഒരു തെളിവില്ല. അതിനെപ്പറ്റി ഒന്നും പറയില്ല. പിന്നെ ചില ബെസ്റ്റി ഉണ്ട്. എന്നുവെച്ചാൽ ഈ പെണ്ണുങ്ങൾക്ക് ആ ബെസ്റ്റി മതി. എവിടെ പോകാൻ എല്ലാത്തിനും ബെസ്റ്റി ഇല്ലാതെ ഒരു ഇതുമില്ല. ബെസ്റ്റി പറയണം. മെസ്സേജ് ഇപ്പോൾ നമ്മളടുത്ത് കറങ്ങാൻ പറഞ്ഞെങ്കിൽ ബെസ്റ്റിയോട് ചോദിക്കണം, ഫുഡ് കഴിക്കണം ബെസ്റ്റിയോട് ചോദിക്കണം. നമ്മൾ പറയണം ഒന്നും വില അല്ലടാ അവിടെ. നിന്റെ റോസ് ഡേ ഏതെങ്കിലും ബെസ്റ്റി കൊണ്ടുപോയിട്ടുണ്ടോ? പിന്നെ കൊണ്ടുപോകാം, ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പറയുന്നത് അങ്ങനെ ഓരോരോ ഇതൊക്കെയാണ് എന്റെ അനുഭവങ്ങൾ. എന്റെ റോസ് ഡേ എനിക്ക് അങ്ങനെ ഡേ ഒന്നും ഇല്ല. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവുമല്ലോ. ഇതിലോട്ട് ഒരു ഫീലിങ്സിലോട്ട് കടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തുണ്ടായ ഒരു അനുഭവമാണ്. അതെനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റിയ ആളോട്. ആ സമയത്ത് തന്നെ വീട്ടുകാർ സ്കൂൾ മാറ്റി കളഞ്ഞു. അപ്പോൾ അതായത് 7 വരെ നമ്മൾ CBSE സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം 8ാം ക്ലാസ്സിലോട്ട് സ്വാഭാവികമായിട്ടും ഈ അഡ്മിഷൻ കിട്ടാനുള്ള പാടും തിരക്കൊക്കെ കൊണ്ട് സ്റ്റേറ്റിലോട്ട് ആക്കുമല്ലോ. ആ സമയത്ത് നമ്മളെല്ലാവരും അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ 7ലെ ഒരു ലാസ്റ്റ് 6 മാസത്തേക്കൊക്കെ ഉണ്ടായ ഒരു പ്രത്യേക ഫീലിങ്സ് ഒക്കെ. ആ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഡോറൊക്കെ അടച്ചിട്ട് ഇല്ല നിറത്തിലെ പാട്ടുണ്ടല്ലോ അതൊക്കെ കേട്ടിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആ മനസ്സിൽ ആളുടെ ഫോട്ടോയും രൂപമൊക്കെ വരുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ ക്രിഞ്ചായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ കൊള്ളായിരുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെ വരണം. ഒരു സമയം 10 മണി കഴിഞ്ഞാലും ആ ചിന്ത നമുക്ക് വരുമെന്ന്. അപ്പൊ അതൊക്കെയാണ് എന്റെ അനുഭവം എന്ന് പറഞ്ഞ. അപ്പം എന്തായാലും പക്ഷെ അത് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് അനുഭവങ്ങള്. പിന്നെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇൻസ്റ്റയിലും ഉണ്ടല്ലോ ഫോട്ടോ. ആളുടെ പേരൊന്നും പറയണില്ല, എന്നാലും ഓക്കെ. അതൊക്കെയാണ് നല്ലൊരു ഫീലിങ്സ് ആണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും ആ സമയത്ത് അതൊരു ഭയങ്കര ഫീലിംഗ്. അത് ചിലവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും, പറയാതെ പോയ പ്രണയങ്ങളെന്ന് പറയാം. അപ്പൊ എനിക്കുണ്ടായി, എത്രേ ഉള്ളൂ. ഇനി പുള്ളിയുടെ കാര്യത്തിലോട്ട് പറഞ്ഞു. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കൂള് ചേഞ്ച് ആവുന്ന ടൈം. അപ്പം ലാസ്റ്റ് 7ാം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞ് പോകുന്ന ആ ഒരു ബൈ പറയുന്ന മുമ്പിൽ എനിക്കൊരു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് ലാസ്റ്റ് ഒരു റോസും ഒരു ജെംസിൻ്റെ ഒരു വലിയ പാക്കറ്റും കൂടെ തന്നിട്ടാണെന്ന് പറഞ്ഞിട്ടത്. അപ്പം എൻ്റെ അന്നൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതെ, അവള് തന്നതാണ്. എൻ്റെ കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്ന് കൊടുക്കാൻ എന്തോ ഒരു മടിയായിരുന്നു, അത് കൊടുത്തില്ല. ഞാൻ അത് വാങ്ങിച്ചിട്ട് അവിടെ എന്നുവെച്ചാൽ സ്കൂള് മാറുന്നെന്ന് അറിഞ്ഞില്ല. അടുത്ത വർഷവും അങ്ങോട്ട് തന്നെ പോകണം എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. ആ റോസും ജെംസും വെച്ച് ബാഗ് ഇട്ടോണ്ട് ഞാൻ വീട്ടിൽ വന്നു. പിന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ സ്കൂൾ മാറ്റി, പറയാൻ പറ്റിയില്ല. അപ്പോൾ സ്റ്റിൽ അത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പം റോസുമായിട്ട് ബന്ധപ്പെട്ടു റോസും ജെംസും രണ്ടുണ്ട്. ഇല്ലല്ല, ജെംസ് ഇല്ല, റോസ് ഉണ്ട്. ജെംസിന്റെ കവറുണ്ട്. റോസാ ഇപ്പോഴും? അതായത് ഒറിജിനൽ അല്ല, മറ്റേ പ്ലാസ്റ്റിക് ഒറിജിനൽ അല്ല. സ്റ്റിൽ അത് എൻ്റെ കയ്യിലുണ്ട്. സോ അതാണ് റോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റ്.
പിന്നെ പിന്നെ ഇനിയിപ്പോ നാളെ പ്രൊപ്പോസൽ ഡേ ആണെന്ന് തോന്നുന്നു. അത് വേറെ കുറെ അനുഭവം ഉണ്ട്, അതിനെ കുറിച്ച് നാളെ പറയാം. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മള് വീഡിയോ ഒരുപാട് പിന്നെ ചെറിയ പാർട്ടായിട്ടൊക്കെ അതെ, ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ആയിട്ട് പറഞ്ഞോളൂ, ഒരുപാട് ലാഗ് അടിപ്പിക്കാനില്ല. അപ്പം നമ്മളെ പ്രായത്തിലൊക്കെ ഉള്ളവർക്ക് ഒരുപാട് കണക്ട് ആവും ഈ സ്റ്റോറിയൊക്കെ. ഇനിയിപ്പം ഇതിപ്പോ 7-8 ക്ലാസ്സിലൊക്കെ ആയിരുന്നു, 10ാം ക്ലാസ് വരെ. അത് സ്റ്റിൽ ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത്. ഇനി +2 വരാണ്ട്, കോളേജിൽ വരാണ്ട്. ഇല്ല നടന്ന നല്ല നിമിഷങ്ങൾ അത്ര പറയണം. അവിടെ കരയണ നിമിഷങ്ങൾ അത്ര പറയാൻ റണ്ണിങ് ആണ്, റണ്ണിങ് സക്സസ് അല്ലേ? ഇല്ല സക്സസ് ഇല്ല. അപ്പൊ അതൊക്കെ പറയാനുള്ളു. അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോസും നമ്മളെ ചെറിയ സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പം വാലന്റൈൻസ് സ്പെഷ്യൽ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഉടനെ വരാം. അൻറ്റിൽ ദെൻ അല്ല, വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ തുടരുന്നതാണ്. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്. ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇത് നമ്മളെ കൊണ്ട് പറ്റൂല, കളഞ്ഞിട്ട് പോയാലേ.